ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ 1212 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ചും എനിക്ക് കിട്ടിയ അനുഭവത്തെക്കുറിച്ചുമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, എനിക്കിതിനെപ്പറ്റിയൊന്നും വളരെ വ്യക്തമായിട്ട് അറിയുന്ന കൂട്ടത്തിലല്ല. ഞാൻ ആകപ്പാടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും നിങ്ങളോട് ഞാൻ ഈ 333 പോർട്ടലൊക്കെ ഓപ്പൺ ആകുമ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വർഷവും ഡിസംബർ 12-ന് 12-ാം മാസത്തിലെ 12-ാമത്തെ ദിവസം വരുമ്പോൾ നമ്മൾ 1212 എന്നുള്ള ആ ഒരു ഏഞ്ചൽ നമ്പർ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അത് നമുക്ക് സക്സസ് ആവുകയും ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈയിടെ ഈ ഒരു 1212 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ യൂട്യൂബിൽ വളരെയധികം ട്രെൻഡിങ് ആയത്. ആ സമയത്ത് തന്നെ എൻ്റെ 2 പേര്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ 2 പേര് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നവരാണ്. അവരെനിക്ക് മെസ്സേജ് ചോദിച്ചിരുന്നു, ചേച്ചി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ, അതായത് ഇത് സത്യമാണോ, ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് വ്യക്തമായി പറഞ്ഞിരുന്നു, എനിക്കിതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാനിത് നിങ്ങളോട് പറയാം. അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞപ്പം അതിലൊരാൾ എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ഞാനത് മറന്നുപോയി, ഞാൻ തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ആൾ തന്നെ എനിക്കത് ഒരു റീലായിട്ട് തന്നെ അയച്ചു തന്നു. അപ്പോൾ ഞാനത് കണ്ടു നോക്കിയപ്പോൾ ഇത് കൊള്ളാമല്ലോ, എങ്കിലും ഒന്ന് ചെയ്തു നോക്കാം. അപ്പം നമ്മൾ എന്ത് കാര്യവും ചെയ്തു നോക്കിയിട്ട് നിങ്ങളോട് പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ 2 വീഡിയോയ്ക്ക് അടിയിലും വന്ന് 2 പേരെന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു 1212 ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് മുന്നോട്ടുള്ള കറക്റ്റായിട്ടുള്ള വഴി കാണിച്ചു തരുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ്. ഇത് നമ്മൾക്ക് ശരിയായ ഡിസിഷൻസ് എടുക്കാനും അർജൻറ്റായിട്ടുള്ള നമ്മുടെ വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടുമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, 369 333 മെത്തേഡൊക്കെ എത്രമാത്രം പവർ ഉള്ളതാണോ അതേപോലെ പവർ ഉള്ളതാണ് ഈ ഒരു 1212 ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. ഇതെപ്പോഴും ന്യൂ ബിഗിനിങ്സ് ആണ് നമുക്ക് തരുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രപഞ്ചത്തിന് സമർപ്പിച്ചാൽ ആ ഒരു പർട്ടിക്കുലർ കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ചെയ്തു നോക്കി, എനിക്ക് കിട്ടിയ റിസൾട്ട് അമേസിങ് റിസൾട്ട് തന്നെയായിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും പുതിയ ജോലി അല്ലെങ്കിൽ ഒരു പുതിയ പ്ലേസിലോട്ട് മാറുമ്പം, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബി നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു 1212 എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. അപ്പം നമുക്കിത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ടാവും, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾക്ക് ഈ ഒരു 1212 ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രത്യേകതയും നിങ്ങൾക്കറിയാം. അതായത് പീരിയഡ്സോ നോൺ വെജോ കുളിച്ചിട്ടില്ല പുലവാലായ്മ ഒന്നും തന്നെ ബാധിക്കുന്ന ഒന്നുമല്ല ഈ ഒരു 1212 എന്ന് പറയുന്നത്. അപ്പം എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയാം. ഈ ഒരു മെയ് മാസം തുടങ്ങിയ സമയം തന്നെ നാട്ടിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഇടാനോ, അതുപോലെ തന്നെ ഒരു ദിവസം 2 വീഡിയോ ഇടുന്ന ഞാൻ മിക്കവാറും ഒരു വീഡിയോ അത് കറക്റ്റ് ടൈമിംഗ് ഒക്കെ മാറിയായിരുന്നു. അങ്ങനെ വന്നപ്പം എനിക്ക് സംഭവിച്ചത് വ്യൂസ് അങ്ങ് കുറയാൻ തുടങ്ങി. അതായത് നമുക്ക് സാധാരണ കിട്ടുന്നതിൽ നിന്നും പതിയെ വ്യൂസ് കുറയാൻ തുടങ്ങിയപ്പം അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിനകത്തൊരു കുറയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് ഈ 1212 പറ്റി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞത്. അങ്ങനെ ഇരുന്നപ്പം ഞാൻ എന്ത് ചെയ്തു, നാട്ടിൽ പോയി ഒരു ദിവസം ഇത് ഓർത്തു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് എന്നാണ് ഞാൻ ചെയ്തു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 മെയ് 13-ാം തീയതി മുതൽ. കാരണം മെയ് 12-ാം തീയതി എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച മുതലാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത്. അപ്പം ചൊവ്വാഴ്ച ഞാൻ ചെയ്തത് ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ മോതിര വിരലിൽ എൻ്റെ കയ്യിൽ മാർക്കറാണ് ഉണ്ടായിരുന്നത്, ഗ്രീൻ കളറിലെ. ബ്ലൂ കളറിലെ പെൻ ഇല്ല എന്നല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയ സമയമായിരുന്നുകൊണ്ട് തന്നെ എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നത് ഈ ഒരു മാർക്കറായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ആരോടും ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മാർക്കർ കൊണ്ട് തന്നെ 1212 എന്ന് എഴുതി. അതിൽ തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഞാൻ രാവിലെ എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മാത്രമാണ് കറക്റ്റായിട്ട് ഞാനൊരു 7:30 7:20 ആ ഒരു ടൈമിനുള്ളിൽ എഴുതി തീർത്തത്. ബാക്കി മുന്നോട്ടുള്ള എല്ലാ ദിവസവും ഞാൻ 9 മണിക്കും 9:30ക്കും 11 മണിക്ക് വരെ എഴുതിയ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ മെയ് മാസം 18-ാം തീയതി വരെ ഞാൻ ഈ എഴുത്ത് മുടക്കിയിട്ടില്ല. അപ്പം ഞാനിത് എഴുതുമ്പം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യമെന്ന് പറയുന്നത്, ഈ ആഴ്ച ഞാനിടുന്ന എൻ്റെ ഒരു വീഡിയോയ്ക്ക് ദൈവമേ
ഒരു 10K വ്യൂസ് ഉണ്ടായിരിക്കണമേ എന്നുള്ളത് ഏറ്റവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് മറ്റൊന്നും അങ്ങനെ ആഗ്രഹിക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു 1212 എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ മെയ് 13ആയി, 14ആയി, 15ആയി, 16ആയി, 17ആയി, 18. അപ്പോൾ ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുമ്പം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം വ്യൂസ് കുറവ്. അപ്പം മനസ്സിലുണ്ടെയോ നടക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലുണ്ടെങ്കിൽ അതൊരു വിശ്വാസമാണ്. കാരണം നമ്മൾ ഈ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് റിപ്ലൈ കിട്ടും, പ്രപഞ്ചത്തിൽ നിന്നൊരു റിപ്ലൈ കിട്ടും, ഇത് സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനിതിങ്ങനെ പൊക്കോണ്ടിരുന്നത്. അങ്ങനെയാണ് മെയ് 18-ാം തീയതി ഞാൻ വൈശാഖ മാസം തീരും മുൻപേ ഭഗവാൻ ഈ ഒരു വഴിപാട് ചെയ്താൽ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കുമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടത്. ഇപ്പം ആ വീഡിയോയ്ക്ക് 24 അടുത്ത്, അതായത് 24,000 അടുത്ത് വ്യൂസ് ഉണ്ട്. അപ്പം അന്ന് ഞാനത് ഇട്ടതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേനും 15,000 വ്യൂസ് അടുത്തായിരുന്നു. അപ്പം അന്നത്തെ ഞാൻ ആഗ്രഹിച്ചത് 10K വ്യൂസാണ്. അതായത് 10,000 ആൾക്കാർ കാണണമെന്ന് വിചാരിച്ചിടത്ത് പ്രപഞ്ചം എനിക്ക് ഒരുക്കി തന്നത് 15,000 വ്യൂസ് എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വളരെ വലിയ മിറക്കിളായിട്ടുള്ള അനുഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ബ്ലാക്ക് കളർ, അതായത് കറുത്ത കളർ പേന ഒഴിച്ച് ബാക്കി എന്ത് കളർ കൊണ്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫലം എന്ന് പറയുന്നതും റിസൾട്ട് ഉറപ്പായിരിക്കും. ചിലർക്ക് കുറച്ച് താമസിക്കും, ചിലർക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും. പക്ഷേ കൂടിയിട്ടുള്ള എല്ലാവർക്കും 100% ആൾക്കാർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു 1212 ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഉടനെ കുളിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് ആ കിടക്കപ്പായിലിരുന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് 1212 എന്ന് പറഞ്ഞ് എഴുതാവുന്നതാണ്. പിന്നെ അതിൽ തന്നെ പിടിച്ചിരുന്ന നമ്മുടെ ആഗ്രഹം, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ 1212 എന്ന് എഴുതുമ്പം ഞാനിങ്ങനെ 10K ആകുന്നത്, അതായത് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ 10K ആകുന്ന അത്, അപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നല്ലോ, അപ്പോൾ അതിലുണ്ടാകുന്നൊരു സന്തോഷമൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ 1212 എഴുതിയത്. അത് മാഞ്ഞു പോകുന്നത് എപ്പോഴായിരുന്നു എന്ന് ഞാൻ ഓർത്തിട്ടില്ല, ഞാനത് നോക്കിയിട്ടുമില്ല. ഇവിടെ ഇപ്പോൾ വീട്ടിലായിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനതൊക്കെ നോക്കിയും കണ്ടും ചെയ്തു തന്നെ. പക്ഷേ നാട്ടിലായിരുന്ന സമയത്ത് എനിക്കിതിനൊന്നുള്ള ഒരു സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പക്ഷേ ഇത് മനസ്സിൽ ഓർത്തുകൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തൊരാവശ്യവും, ഇപ്പം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ഇപ്പം നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നന്നാവണം, മക്കളുടെ കല്യാണം, അതുപോലെ പെട്ടെന്ന് അർജൻറ്റ് നീഡ് മണി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ, അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ഇപ്പം ഞാൻ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഒരു 2 ദിവസമായിട്ട് ഇത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞു പോയ ഞായറാഴ്ച മുതൽ വീണ്ടും ഞാൻ 1212 എൻ്റെ കയ്യിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് വളരെ ഈസി ആയതുകൊണ്ട്, ഇപ്പം ഞാൻ നാട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് പൂജകളോ പ്രാർത്ഥനകളോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ തിരിച്ചിനി എൻ്റെ വീട്ടിൽ ചെന്നെങ്കിലും എനിക്കതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റുന്നത് ഇതാകുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ നടന്നു പോയിക്കോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ 1212 എഴുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ശ്രമിച്ചു നോക്കാവുന്നതാണ്. നിങ്ങളുടെ വിശ്വാസം, അതായത് പ്രപഞ്ചത്തിനോടും ഈ കാര്യം നടന്നു കിട്ടുമെന്നുള്ള നമ്മുടെ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 1212 എന്ന് പറയുന്നത് നമുക്ക് ഫലം തരിക തന്നെ ചെയ്തിരിക്കും. അപ്പം എന്നോട് ചോദിച്ച സബ്സ്ക്രൈബേഴ്സിൽ 4 പേർക്കും ഉള്ള മറുപടിയും കൂടെയാണ് ഈ ഒരു വീഡിയോ. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ടായിരിക്കുമെന്നറിയാം. എന്നാൽ പോലും ഇനിയും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.